നമസ്കാരം. ഞാൻ സ്പേസ് ടിപ്സിൻ്റെ ആവർത്തന ചോദ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ കമ്പനി ബോർഡ് LGS എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ആവർത്തന ചോദ്യങ്ങൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? ആൻസർ മാഹിയാണ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ആൻസർ ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008 നവംബർ. 2008 നവംബറിലാണ് ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഭ്രംശതാഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദയാണ് താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. നർമ്മദ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. മധ്യപ്രദേശിലെ പന്ന ഖനികളിൽ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. മധ്യപ്രദേശിലെ പന്ന ഖനികളിൽ വജ്രത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ രാസവള വ്യവസായമാണ് ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മുംബൈ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ്? ധാക്കയിലാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? കേസരിയാണ് ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ഗദ്ദാർ പാർട്ടി
ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? ലാലാ ഹർദയാൽ. ലാലാ ഹർദയാലിൻ്റെ നേതൃത്വത്തിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി. നെക്സ്റ്റ് വൺ, 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? മന്ത്രി ആരായിരുന്നു? 1 മിനിറ്റ്. വി കെ കൃഷ്ണ മേനോൻ. വി കെ കൃഷ്ണമേനോനാണ് 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. നെക്സ്റ്റ് വൺ, ദുർഗേശനന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ദുർഗേശനന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ് ദുർഗേശനന്ദിനി. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ഏതാണ്? വർഷം 1953. 1953. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡ ആണ്. നോയിഡയാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യവസായം. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. മലയാള സർവകലാശാല ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? കെ ജയകുമാർ. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ ആണ്. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ അല്ലെങ്കിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മണ്ണടിയാണ്. വേലുത്തമ്പി ദളവ മണ്ണടിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. വേലുത്തമ്പി ദളവ മണ്ണടി. സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1984. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി 1984 പ്രഖ്യാപിക്കുന്നത്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. പൂക്കോട് തടാകം വയനാട് ജില്ല. ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ല. കൊല്ലം ജില്ല. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവ വിദ്യാധിരാജൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ സർവ വിദ്യാധിരാജൻ.
ചട്ടമ്പി സ്വാമികൾ, സർവ വിദ്യാധിരാജൻ. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം കൊടുത്ത മഹാൻ ആരാണ്? ആൻസർ സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കുന്നത്തൂർ ആണ്. അതിനൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം? അഞ്ജു ബോബി ജോർജ്. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ സമുദായം ഏതായിരുന്നു? ഏതിലാണ് അദ്ദേഹം സാമൂഹിക പരിഷ്കരണം നടത്തിയത്? ആൻസർ നമ്പൂതിരിയാണ്. നമ്പൂതിരി സമുദായം. ബ്രാഹ്മണ സമുദായം. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം ഏതാണ്? 1925 25 വൈക്കത്ത് എത്തുന്നത്. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. നമുക്ക് 2025 ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോഴും ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആവർത്തന ചോദ്യങ്ങൾ എത്ര പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാകും. 1-2 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് നമുക്ക് മാർക്ക് വീഴണം എന്നില്ല. കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് തറവായിട്ട് പോകും, ബൈ ഹാർട്ടാവും, മറക്കത്തില്ല. പിന്നെ നെക്സ്റ്റ് വൺ, ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? കെ പി കേശവ മേനോൻ. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ്? സി ശങ്കരൻ നായർ. അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സി ശങ്കരൻ നായർ. അമരാവതി സമ്മേളനം സി ശങ്കരൻ നായർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂർ. ഇന്ത്യയിൽ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26. 2002 ജനുവരി 26 ഇന്ത്യൻ ഫ്ലാഗ് കോഡ്. 2002 ജനുവരി 26 ഇന്ത്യൻ ഫ്ലാഗ് കോഡ്. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? BSNL. BSNLൻ്റെ മുദ്രാവാക്യം ഫോൺ കണക്റ്റിംഗ് BSNL. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭാഗം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 അല്ലേ? ഭാഗം 3.
2 പൗരത്വമാണ്. ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. അടുത്തത് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി മുഖേനയാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 മൗലിക അവകാശങ്ങൾ ഉണ്ട്. 6 മൗലിക അവകാശങ്ങൾ ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയം ചോദിക്കുമ്പോൾ ഏറ്റവും പരമോന്നതമായതാണ് നമ്മൾ ആലോചിച്ച് വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. 25 വയസ്സുണ്ടെങ്കിൽ ലോക്സഭാംഗമായി മത്സരിക്കാം. ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടത്? ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടത്? സംസ്കൃതം. വന്ദേ മാതരം സംസ്കൃതം ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 9 ആണ്. ജിസാറ്റ് 9 ആണ് സമ്മാനമായി 9 കൊടുത്തത്. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി നേടിയ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്ന ട്രോഫി ഏതാണ്? സ്വരാജ് ട്രോഫി. അത് 15-16 വർഷത്തിൽ നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ആൻസർ കൊല്ലമാണ്. നമ്മളിപ്പോൾ ഈ കറണ്ട് അഫയർ ഈ 24-25 വെച്ചുള്ളത് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. സംസ്ഥാന ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? VS അച്യുതാനന്ദൻ. അന്ന് VS അച്യുതാനന്ദൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അത് കറണ്ട് അഫെയർ നോക്കണമല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ഓക്കെ, ജോർജ് കുര്യൻ. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗത കുമാരിയാണ്. സുഗത കുമാരി. താഴെ പറയുന്നവയിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇവരിൽ ആരാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇവരിൽ ആരാണ്? ആൻസർ കമൽ. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? ഓക്സിജൻ. ശ്വസിക്കുന്നത് ഓക്സിജനാണ് അല്ലേ? പക്ഷേങ്കിൽ പ്രകാശ സംശ്ലേഷണം വഴി അവർ എടുക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അതായത് അവരുടെയൊക്കെ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി ഒരു പകൽ സമയത്ത് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. അത് ഹരിതകത്തിൽ വെച്ചിട്ട് ഇലയിൽ വെച്ചിട്ട് ക്ലോറോഫിൽ ഹരിതകം ഉപയോഗിച്ചിട്ട് ജലവും ലവണവും ഒക്കെ ഉപയോഗിച്ച് വരുന്നത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുക, അത് പുറത്ത് വിടുകയും ചെയ്യുന്നു. അതൊരു കാര്യം. എന്തിനാണത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന പ്രക്രിയ, സസ്യങ്ങൾ കാണിക്കുന്ന പ്രക്രിയയാണ്. അവിടെ അവർ CO2 കാർബൺ ഡൈ ഓക്സൈഡാണ് അകത്തേക്ക് എടുക്കുക, സ്വീകരിക്കുക. അതിൻ്റെ ഇലകൾ വഴി സ്വീകരിക്കില്ല, ഇൻഡിസിൽ വഴി സ്വീകരിക്കുന്നു. കൂടെ
ജലവും ലവണവും എടുക്കുന്നുണ്ട്. പിന്നെ ആരും കൂടി വേണം, ഇലകളിലുള്ള ക്ലോറോഫിൽ, ഹരിതകവും വേണം. എന്നിട്ട് അവർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുമുണ്ട്. ഓക്കെ, പക്ഷേങ്കിൽ അവരുടെ ശ്വസനവാതകം എന്ത് തന്നെയാണ്? ഓക്സിജനാണ് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ശ്വസനവാതകം ഓക്സിജനാണ്. നെക്സ്റ്റ് വൺ, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം ഏതാണ്? ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം, അതിന് പറയുന്ന പേരെന്താണ്? മോണോട്രോപ്പ. അത് നമ്മുടെ വിഘാടകർ വിഭാഗത്തിൽ വരുന്നതാണ്, മോണോട്രോപ്പ. സങ്കര ഇനം വെണ്ട ഏതാണ്? സങ്കര ഇനം വെണ്ട സൽക്കീർത്തി. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം. റൈസോബിയം ബാക്ടീരിയം കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? മുതിരയാണ്. റൈസോബിയം ബാക്ടീരിയ, അതായത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. നെക്സ്റ്റ് വൺ, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി ആണ് അല്ലേ, വിറ്റമിൻ സി. ബാക്കിയുള്ള അഡക്ക്, ADEK എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അഡക്ക്, A വിറ്റമിൻ, D, Eയും Kയും അത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. B ആൻഡ് C ആണെന്ത്? നമുക്ക് ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി, അതിന് പറയുന്ന പേരെന്താണ്? കായിക പ്രജനനം. നമ്മൾ വേരും ഇലയും തണ്ടും ഒക്കെ നമ്മൾ കൈകൊണ്ടെടുത്ത് വെട്ടി കിളിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന രീതിയാണിത് കായിക പ്രജനനം. ഓക്കെ, കായിക പ്രജനനം. നെക്സ്റ്റ്, മനുഷ്യശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് ഏത്? പ്രധാന വിസർജന അവയവമാണ് വൃക്ക അല്ലേ. അതെങ്ങനെ ആകും എന്നാലോചിച്ചാൽ അല്ലേ, വൃക്കകൾ എന്ന് പറയുമ്പോൾ ഒരു ജോഡി വൃക്കകളാണ് നമുക്ക് ഉള്ളത് അല്ലേ. എന്നിട്ടിത് മൂത്രം, അതായത് ഇവിടെ രക്തം വഴി വരുന്ന, പണ്ട് ബിഗ് ബോസിനകത്ത് അക്ബർ പറഞ്ഞ തെറ്റായ കാര്യമല്ല ഞാൻ കണ്ടിരുന്നത്, ബിഗ് ബോസിൻ്റെ ആ സീസൺ ഇപ്പോഴത്തത്. അപ്പോൾ അവർ പറഞ്ഞത് വേറെയാണ് പറഞ്ഞത്, അതല്ല ശരിക്കുമുള്ളത്. അതായത് നമ്മുടെ ബ്ലഡ് ഇതിലേക്ക് കയറുന്നില്ലേ, ഇത് അരിപ്പ് പോലെ സാധനം, വൃക്കയിൽ കുറേ നെഫ്രോൺസ് ഉണ്ട്. അതിൽ അതായത് നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റിനെ അരിച്ചു മാറ്റിയിട്ട് അത് യൂറിനാക്കി മാറ്റി ഇതുവഴി നമ്മൾ പുറത്തേക്ക് കളയുക ചെയ്യും. അപ്പം വൃക്ക ചെയ്യുന്നത് ശരിക്കും എന്താണ്? ബ്ലഡിലുള്ള വേസ്റ്റിനെ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ പുറത്തേക്ക് കളയുന്നു, വേണ്ട കാര്യങ്ങളെ റീഅബ്സോർവ് ചെയ്യും, പുനരാഗിരണം ചെയ്തെടുക്കുകയും ചെയ്യും. അതാണ് കിഡ്നിയിലെ വൃക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, അങ്ങനെയാണ് യൂറിൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വരുന്നത്, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഏത് ഭാഗമാണത്? ചെറുകുടലാണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർണ്ണമാവുക. ദഹന പ്രക്രിയ, അതായത് നമ്മുടെ ദഹനപ്രക്രിയ തുടങ്ങുന്ന വായിൽ തുടങ്ങുന്നില്ലേ, വായിൽ തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ വരുന്ന താഴെ അന്നനാളം, ദെൻ ആമാശയം അല്ലേ, പിന്നെ ഇത് പക്വാശയം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ചെറുകുടൽ ഇങ്ങനെ കുറേ കാണും, വൻകുടലിൽ വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം ചെറുകുടലാണ്. അപ്പം ആമാശയത്തെ വെച്ച് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉണ്ട്, അവിടെ കുറച്ച് ദഹനം നടക്കുന്നുണ്ട്. ദെൻ ചെറുകുടലിൽ വരുമ്പോഴെന്താണ്? ആ ദഹനം പൂർണ്ണമായും പൂർത്തിയാകുന്നു. ബാക്കി വേസ്റ്റാണ് വൻകുടലിൽ വരിക, എന്നിട്ട് മലാശയം അല്ലേ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. വൻകുടലിൽ വരുമ്പോഴത്തേക്കിനും അത് ബോളാകുന്നുണ്ട്, ജലം പുനരാഗിരണം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. എന്നാൽ ചെറുകുടലിലുള്ള വില്ലസുകളുണ്ട്, വില്ലസുകൾ എന്ന് പറയും അല്ലേ. ചെറുകുടലിൻ്റെ അകത്ത് കാണപ്പെടുന്ന ധാരാളം ഫിംഗറിലേക്ക് എന്ന് വെച്ചാൽ വിരലിൻ്റെ ആകൃതിയിലുള്ള വില്ലസുകളുണ്ട്. അവയാണ് എന്ത് ചെയ്യുക? നമ്മുടെ ദഹിച്ച പോഷകങ്ങളെ, ദഹനം പൂർണ്ണമാകുമ്പോൾ ദഹിച്ച പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്താവും? ഗ്ലൂക്കോസ് ആകാം, അമിനോ ആസിഡ്സ് ആകും അല്ലേ. അതിനെയൊക്കെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അപ്പോൾ ദഹനം പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കും. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം. ആൻസർ സോഡിയമാണ്.
ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൃക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ നെഫ്രോൺസ് ഉണ്ട്. നെഫ്രോൺ എന്ന് പറയുമ്പോൾ കിഡ്നിക്കകത്ത് കാണുന്ന അനേകായിരം ചെറിയ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നെഫ്രോൺ അതിലൊന്നാണ്. അങ്ങനെ ദശലക്ഷക്കണക്കിന് നെഫ്രോൺസ് ചേരുന്നതാണ് ഒരു വൃക്ക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു നെഫ്രോൺ എന്ന് പറയുമ്പോൾ ഇതുപോലൊരു സാധനം, ഇവിടെ ഒരു അരിപ്പയുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് ഹെൻലീസ് ലൂപ്പ് എന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ സോഡിയം, ഇവിടെ കുറേ നാര് ഇങ്ങനെയുണ്ട്, എന്നിട്ട് ഹെൻലീസ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ അഫറൻറ്റ് വസൽ ഇങ്ങനെ രക്തക്കുള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ നെഫ്രോണിനകത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നെഫ്രോണിൻ്റെ ഈ ഭാഗം ബൊമാനസ് ക്യാപ്സുൾ, ബാക്കി ട്യൂബ്യൂൾസ് അതല്ല, ഇതെല്ലാം ട്യൂബ്യൂൾസാണ്. ഈ ഭാഗങ്ങളിൽ അല്ലേ ഏറ്റവും ലാസ്റ്റ് പാർട്ട് ഹെൻലീസ് ലൂപ്പ് എന്നൊക്കെ പറയും. അവിടെ വെച്ചിട്ട് സോഡിയവും പൊട്ടാസ്യവും ഒക്കെ റീഅബ്സോർബ് ചെയ്യും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ലവണങ്ങളെ അവർ പുനരാകരണം നടത്തപ്പെടുന്നുണ്ട്. അതും വൃക്ക ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ജലവും പുനരാകരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഏതിനെയാണ് അത് ഇതുമായി കണക്ഷനുണ്ട്. അപ്പോൾ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം ഏതാണ്? സോഡിയമാണ്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് തൃക്കങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? തൃക്കങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോബറൈനർ തൃക്കങ്ങൾ. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. ഇരുമ്പിൻ്റെ അയിരിന് പറയുന്ന പേരെന്താണ്? ഹേമറ്റൈറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വ്യാഴം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജ് അല്ലേ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജില്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് നോ ചാർജ്. ഓക്കെ, ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്തിലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏതാണ്? മഞ്ഞയാണ്. ചുവപ്പ്, പച്ച, നീല എന്നിവ എന്താണ്? പ്രാഥമിക വർണ്ണങ്ങളാണ്. മഞ്ഞയാണ് അല്ലാത്തത്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവ് എത്രയാണ്? ആൻസർ താപമാണ്. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവ് എന്താണ്? താപമെന്ന് പറയാം. രാസോർജം വൈദോർജമാക്കുന്നൊരു ഉപകരണം ഏതാണ്? ആൻസർ ബാറ്ററിയാണ്. ബാറ്ററിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.